ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഡി മണിക്ക് SITയുടെ ക്ലീൻ ചീറ്റ്. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ക്ലീൻ ചീറ്റ്. ഡി മണിയെ പ്രതി ചേർക്കാൻ മതിയായ തെളിവില്ല എന്ന് SIT. സ്വർണ്ണ കവർച്ചാ കേസുമായി ഡി മണിക്ക് ബന്ധമില്ലെന്നും SIT അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഡി മണിക്ക് ക്ലീൻ ചീറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി മണിക്ക് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ യാതൊരു പങ്കുമില്ല, യാതൊരു പങ്കാളിത്തവുമില്ല എന്നുള്ളതാണോ? എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? രാഖി, ഡി മണിയെ പ്രതി ചേർക്കാൻ തക്ക തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല SITക്ക്. തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി മണിക്ക് ഒരു ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് SIT സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ സ്വർണ്ണ കവർച്ചയുമായി യാതൊരു ബന്ധവും ഡി മണിക്കില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട സാരാംശം. നേരത്തെ ഡി മണി എന്നുള്ള വ്യക്തിയെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ വന്നിരുന്നു. ഒരു പ്രവാസി വ്യവസായി തന്നെ പറയുന്നു, ഈ പറയുന്ന ശബരിമലയിലെ സ്വർണം കവർന്നെടുക്കാനായിട്ട് ഡി മണി കൂട്ടുനിന്നു. ഡി മണിക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിക്കൊടുത്തു. ഡി മണിയാണ് ഈ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘവുമായിട്ട് ഇതിനെ കൂട്ടിയോജിപ്പിച്ചത് തുടങ്ങിയ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള മൊഴികളായിരുന്നു പുറത്തു വന്നത്. ഈ വ്യവസായിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ കൈമാറിയത് കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. ഈ പ്രവാസി വ്യവസായി പക്ഷേ നിലവിൽ ഇപ്പോൾ വിദേശത്തായതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് SIT പറയുന്നത്. പക്ഷേ ഈ പ്രവാസി വ്യവസായിയുടേത് എന്ന് കരുതപ്പെടുന്ന ചില മൊഴികൾ പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ഈ ശബരിമലയിലെ കേവലം ഉരുപ്പടികളിൽ നിന്നും സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം കവർന്നെടുക്കുക അല്ലെങ്കിൽ ഉരുക്കിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ലക്ഷ്യം. പകരം കോടിക്കണക്കിന് രൂപയുടെ കടത്തായിരുന്നു. അതായത് പല ഉരുപ്പടികളും വിദേശത്തേക്ക് കടത്തുക എന്നുള്ള ഒരു ലക്ഷ്യമിട്ടായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. ഡി മണിയാണ് അതിനു വേണ്ട സഹായങ്ങളും ഡി മണി വഴിയാണ് അത് കടത്തിയിട്ടുള്ളത്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഭരണ ചുമതലയുള്ള ഒരു ഉന്നതനും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും കൂടി ചേർന്നാണ് ഈ വിഗ്രഹങ്ങൾ, ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നുള്ളതായിരുന്നു പ്രവാസി വ്യവസായിയുടെ ആദ്യ മൊഴി. ഈ മൊഴി കേന്ദ്രീകരിച്ച് പിന്നീട് ഈ പറയുന്ന ഡി മണി അടക്കം SIT സംഘം ചോദ്യം ചെയ്തു. അതുകൂടാതെ 2020 ഒക്ടോബർ മാസമാണ് ഈ പണം കൈമാറിയതെന്നുള്ളത് പ്രവാസി വ്യവസായി നൽകിയ മൊഴിയിലുണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്ത് ഡി മണി വന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡി മണി തലസ്ഥാനം സന്ദർശിച്ചു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ഡി മണിക്ക് യാതൊരു ബന്ധവും ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് SIT ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു വന്ന ഒരു പേര് ഡി മണി എന്നുള്ളതാണ്. പക്ഷേ അയാൾക്ക് ഈ കേസിലോ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് SIT സംഘം തന്നെ കണ്ടെത്തുന്നു. അതുമാത്രമല്ല, നേരത്തെ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു SIT സംഘം പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഡി മണിക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടിനെയും പരിഗണിക്കപ്പെടേണ്ടത്. എന്തായാലും ഡി മണി എന്നുള്ള വ്യക്തിക്ക് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള SITയുടെ കണ്ടെത്തൽ അതീവ പ്രസക്തമാണ്, അതീവ പ്രാധാന്യത്തോടുകൂടി കാണണം. കാരണം ഈ രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളത് ഡി മണിക്കാണെന്നായിരുന്നു ഈ പ്രവാസി വ്യവസായിയുടെ മൊഴി. അത് മാത്രവുമല്ല, ശബരിമലയിലെ പല വസ്തുക്കൾ, ശബരിമല കൂടാതെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ചും കൊള്ള നടത്താൻ ഈ സംഘം ശ്രമിച്ചിരുന്നു എന്നും അന്ന് മൊഴി വന്നിരുന്നു. 1000 കോടിയുടെ കൊള്ളയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നുമായിരുന്നു ഈ സ്ഥിരീകരിക്കാത്ത മൊഴിയിലുണ്ടായിരുന്നത്. പക്ഷേ അത്തരമൊരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് SIT കടന്നിട്ടുണ്ടോ എന്ന് ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിപുലമായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള ഊഹാപോഹങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ SIT സംഘത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ കേവലം ചെറിയ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ഡി മണിക്ക് ക്ലീൻ ചീറ്റ് ഇപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ടായിട്ട് SIT സംഘം സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, വലിയ കണ്ണികളിലേക്ക് പോകാനായിട്ട് SIT സംഘത്തിന് സാധിക്കുന്നില്ല. പലർക്കുമെതിരെ തെളിവുകൾ കണ്ടെത്താൻ SITക്ക് സാധിച്ചിട്ടില്ല. അതൊരു ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട് രാഖി. ഈ മുരാരി ബാബു വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണ കവർച്ച കേസിൽ നേരത്തെ മുരാരി
ബാബുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതാണ്. പക്ഷേ വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതിനിടയിൽ തന്നെയാണ് ഈ ഡി മണി എന്നുള്ള വ്യക്തിക്ക് ഈ സ്വർണ്ണക്കവർച്ചയുമായി യാതൊരു ബന്ധവുമില്ല, തെളിവുകളില്ല എന്നുള്ള SITയുടെ കണ്ടെത്തലും പുറത്തു വരുന്നത്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ വിവരമാണ്. ഡി മണിക്ക് ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട SIT ക്ലീൻ ചിറ്റ് നൽകുന്നു എന്നുള്ളത്. കൃത്യമായ ഒരു അന്വേഷണം നടക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള സ്രാവുകളെ പിടികൂടാൻ മതിയായ തെളിവുകൾ ഇവർക്ക് ഹാജരാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ശേഖരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. എന്തായാലും SIT ഇപ്പോൾ പറയുന്നത് ഡി മണിക്ക് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി യാതൊരു ബന്ധവുമില്ല, യാതൊരു പങ്കാളിത്തവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ഡി മണിയുടെ പേര് ഈ വിഷയത്തിൽ വന്നത്, എങ്ങനെയാണ് വലിയ ചർച്ചകളായി മാറിയത് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു പുനഃപരിശോധന നടക്കണം എന്നുള്ളതാണ്